ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു കേരള ഡിഷ് ഉണ്ടാക്കാം. അതായത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കപ്പ ബിരിയാണിയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത് എല്ലാവരും ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് ഒന്നുമില്ല, കപ്പ വേവിക്കുക, പിന്നെ മീറ്റിൻ്റെ മസാല ഉണ്ടാക്കുക. മീറ്റ് ബീഫാകാം, ചിക്കൻ ആകാം, മട്ടൺ ആകാം ചെയ്യാം. പക്ഷേ ഫിഷ് വരുമ്പം ഈ മസാല വ്യത്യാസം വരും. അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പം ഇത് ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. കപ്പ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് പീല് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സ്മോൾ പീസസ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നേരം മുമ്പ് തന്നെ ഞാൻ കുക്കറിനകത്ത് ആവശ്യത്തിൽ അല്പം കൂടെ വെള്ളം എടുത്ത് അത് ബോയിലായിട്ടുണ്ട്. ആ ബോയിൽ ചെയ്തതിലേക്ക് ഈ കപ്പ നമ്മൾ ഇടുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, അല്പം മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ 1/4 ടീസ്പൂണ്, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പിന്നെ മൂടി വെച്ച് ഇത് കുക്ക് ചെയ്യുക. ഒരു 3-4 വിസിൽസ് മതി. അത് വന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഈ കപ്പ കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെയും ഇതിനാവശ്യമായ ബീഫാണ്. ഞാനിവിടെ ബീഫാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് മീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ 1/2 kg ബീഫാണ്, 750 ഗ്രാംസ് കപ്പയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വേറൊരു കുക്കറിലേക്ക് ഞാൻ ആ ബീഫ് കുക്കറിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഈ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, സോൾട്ട്, ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണ് മുളക് പൊടി. സാധാരണ നോർമൽ മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് നല്ലതായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇന്ന് നെഗൊക്കെ ഇടുന്നോട്ട് നമുക്ക് ആ സ്റ്റോക്ക് പിന്നീട് നമുക്കിത് യൂസ് ചെയ്യാം. അതുകൊണ്ട് വെള്ളം ഒരു അര കപ്പ് തൊട്ട് 1 കപ്പ് വരെ വാട്ടർ ആഡ് ചെയ്യാം. ഞാൻ ബോയിൽഡ് വാട്ടറാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഇതും അതുപോലെ തന്നെ 4 or 5, അതായത് ഈ ബീഫ് സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യുക. അതുപോലെ കപ്പയും ഞാൻ 3-4 വിസിൽ എന്നാണ് പറഞ്ഞത്. അതും ഈ പറഞ്ഞ പോലെ കപ്പ സോഫ്റ്റായി കുക്കാകുന്നത് വരെ കുക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടതായ ബീഫിൻ്റെ മസാല എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അത് ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 മീഡിയം സൈസ് വലിപ്പമുള്ളതായ ഒരു അനിയൻ സ്ലൈസ് ചെയ്തത് ആദ്യം നമുക്ക് ഇട്ടൊന്ന് വഴറ്റാം. ഇത് ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ്
പേൾ ഓനിയൻ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെ ഷാലറ്റ് കട്ട് ചെയ്തത് അതിട്ട് വഴറ്റുക. ഇതിൻ്റെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത് അല്ല ക്രഷ് ചെയ്തത്, അത് സെയിം അളവ് തന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ. ഇതിട്ട് നന്നായിട്ട് വഴറ്റി ആ പച്ചമണം മാറുന്നത് വരെ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ സ്മെല്ല് മാറിയിട്ടുണ്ട്, റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. അല്പം കറി ലീഫ് ഇത് ഞാൻ ആഡ് ചെയ്തു. ഒന്ന് മൂക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമേ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കാൻ നേരവും കപ്പ വേവിക്കാൻ നേരവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതേപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഈ കുരുമുളക് നമ്മൾ ഓൾറെഡി ബീഫിന് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1 ടീസ്പൂണ് ഗരം മസാല പൊടി. ആ പച്ച മസാലയുടെ മണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം 2 മിനിറ്റ്സ് ഇൻ്റർവെൽസ് എടുത്താണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മസാല ഒന്ന് കുക്കാക്കട്ടെ. ഇതിൻ്റെ മേളിൽ മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഓയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതായ ബീഫും ആ വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടിട്ട് ഒന്ന് വേവിക്കുക. കാരണം ആ ബീഫിനകത്ത് ആ മസാല എല്ലാം ഒന്ന് ഇതാകണമല്ലോ. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇച്ചിലൂടെ ഉപ്പിട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി കപ്പയ്ക്കകത്തും ഈ ബീഫിനകത്തും ഒക്കെ ഇട്ടാണ്. എന്നാൽ ആ ഈ മസാലയ്ക്ക് ഇച്ചിരി ഉപ്പ് വേണമെന്ന് തോന്നി. പിന്നെ ഇനി സൂക്ഷിച്ചിട്ട് ഉപ്പിടുക. ആ ബീഫ് അത് മസാലയായിട്ട് ചെറിയ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി അത് മസാലയെ പിടിക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്കൊരു കോക്കനട്ട് മിക്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് തിരുമ്മിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതേ ഉള്ളൂ. ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അല്പം കറി ലീഫ് അതിനകത്ത് ഇട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നത് വൈറ്റായിട്ട് കിടപ്പുണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് ചെയ്യട്ടെ. ഇനി ഞാൻ അത് ഒത്തിരി മൂപ്പിക്കുന്നില്ല. ഇടയ്ക്ക് വൈറ്റ് ഉണ്ട്, എന്നാലും അത് കുഴപ്പമില്ല എന്ന് ഇത് ചെയ്യുന്നു. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ അങ്ങനെ റോസ്റ്റഡ് കോക്കനട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം നമ്മുടെ ആ ബീഫ് മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ഇടുക. ഇനിയും അതിലേക്ക് നമ്മൾ ആ കപ്പ കുക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതുമായിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഈ കപ്പ ഈ ബീഫുമായിട്ട് നന്നായിട്ടങ്ങ് കമ്പൈൻ ചെയ്ത് എടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ്
അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു 5 മിനിറ്റ്സ് ഇത് മിക്സ് ചെയ്ത് തീയിൽ ഞാൻ വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതായ കോക്കനട്ട് മിക്സ് ഇടുക. അത് ഞാൻ എല്ലാം ഇടുന്നില്ല, കുറച്ച് നമുക്ക് ഈ സീസണിങ് ചെയ്യാൻ ലാസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇത് ഞാൻ ആ റോസ്റ്റഡ് കോക്കനട്ടും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിലോ മതി, ലോ ഫ്ലെയിം ടു ഇച്ചിരി കൂടെ മീഡിയത്തിന് താഴെയായിട്ട് നിന്ന് ഒരു 4 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇപ്പോൾ 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അടുത്ത് ഇത് നമുക്കൊന്ന് സീസണിങ് ചെയ്യാം, താളിക്കാം. താളിക്കാനായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തു. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടു. ഇനി അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറി ലീവ്സ്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ആ ഡ്രൈ റോസ്റ്റ് ചെയ്തതായ ആ കോക്കനട്ട് മിക്സ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയുടെ മേളിലേക്ക് ഒഴിക്കുക. അത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതായ കോക്കനട്ട് റോസ്റ്റ് ചെയ്തതൂടെ, അപ്പം നല്ല ഒരു സ്മെല്ല് വരും. ഇത് നമ്മൾ ഇതിനകത്ത് മേളിലേക്ക് ഇടണം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിൽ മാറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നമ്മളിങ്ങനെ താളിച്ച് ഇത് ചെയ്തില്ലേ, അത് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ മിനിമം ഇത് അടച്ച് മൂടി വെച്ച് അടച്ച് ഇരിക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഉടനെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റരുത്. മിനിമം ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് എടുത്ത് മാറ്റി. അപ്പം ഇതിനോടൊപ്പം നമുക്ക് ഒരു അല്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായ ചീയുടുണ്ടെങ്കിൽ നല്ല ഒരു ഹെൽത്തി മീൽ തന്നെയാണ്. നമുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളത് ട്രൈ ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണം. അപ്പം ഇനി വേറൊരു പുതിയ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഞാൻ താമസിയാതെ എത്തുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.